ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചെയ്തെടുക്കാം, അതുപോലെ 4 മണി പലഹാരമായിട്ടും ചെയ്യാം. സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടികളെല്ലാം യോജിച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടേക്ക് നീക്കി വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 8 സ്ലൈസ് ബ്രെഡ് വേണം. ബ്രെഡിൻ്റെ അരുഭാഗം മുറിച്ച് കളയുന്നുണ്ട്. ആ ഒരു ബ്രൗൺ കളറുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മുറിച്ച് കളയുക. അടുപ്പിച്ചിട്ടങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ ഇതാ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി പോള ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒന്ന് താഴ്ഭാഗത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഓരോ ബ്രെഡും മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ താഴ്ഭാഗത്തൊരു ബേസ് ആയിട്ട് വെച്ച് കൊടുക്കുക. ഒരു 4 ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ലെവലായിട്ട് വെച്ച് കൊടുക്കണം. നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉള്ളി മസാല വെച്ച് കൊടുക്കുക. അത് ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. മസാല ഇതുപോലെ നടുക്കൊന്ന് ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 3 മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുട്ടയുടെ കൂട്ട് ഈ ഒരു നടുവിൽ വരുന്ന ഗ്യാപ്പിലും പിന്നെ സൈഡിലുമായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പം അധിക സമയമൊന്നും വേണ്ട. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം മതിയാവും. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തവയിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ ആ ബ്രെഡ് പൊടിയുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ താഴ്ഭാഗത്ത് ഒരു 5 മിനിറ്റോളം മതി. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ ഒരു കളറായി കിട്ടിയാൽ മതി മുകൾ ഭാഗം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കാം. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ മസാലയും പിന്നെ ആ ഒരു പുഴുങ്ങിയ മുട്ടയും ഒക്കെ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ശരിക്കും പപ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്